ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നു. രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന യുവ നടിയുടെ പരാതിയിൽ ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യുവനടിയുടെ ആരോപണങ്ങൾ രഞ്ജിത്ത് നിഷേധിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളും ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. സമാനമായ 2 കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നതായും ജാമ്യം നൽകരുത് എന്നുമാണ് പോലീസ് മജിസ്ട്രേറ്റിനോട് ആദ്യം ആവശ്യപ്പെട്ടത്. കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? അറിയില്ല, നോക്കാം, അന്വേഷിക്കാം. സാറേ നിയമപരമായി നീങ്ങാൻ തന്നെയാണോ തീരുമാനം? ആണ്, നിയമപരമായി നീങ്ങും. യെസ്, നവമി ദിനേശാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, നേരത്തെ തന്നെ നമുക്കറിയാം രഞ്ജിത്തിന് നേരെ പല പരാതികളും സമാനമായ പരാതികളൊക്കെ ഉയർന്നു വന്നിരുന്നതാണ്. ഇപ്പോഴിതാ രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നു. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ വെച്ചായിരുന്നു അറസ്റ്റ്, മറ്റ് നടപടിക്രമങ്ങൾ, ഒപ്പം രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ നിയമപരമായി നേരിടും എന്നുള്ളതാണല്ലോ. അപ്പോൾ ജാമ്യാപേക്ഷയടക്കം ഉടൻ നൽകും എന്നാണോ മനസ്സിലാക്കുന്നത്? അഭിലാഷ്, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ്. സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു മാധ്യമങ്ങളെ കാണും, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സബ് ജയിലിലേക്ക്, എറണാകുളം സബ് ജയിലിലേക്ക് സംവിധായകൻ രഞ്ജിത്തിനെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതിലെ ഇതിൽ മുൻപുള്ള ചരിത്രം കൂടിയുണ്ട്. 2 കേസുകളാണ് രഞ്ജിത്തിനെതിരെ നേരത്തെ നിലനിന്നിരുന്നത്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം രഞ്ജിത്തിന് ആദ്യം ഒരു ബംഗാളി നടി നൽകിയ പരാതി, ലൈംഗിക അതിക്രമ പരാതി, അതിനുശേഷം ഒരു പ്രകൃതി വിരുദ്ധ പീഡനം എന്നീ 2 പരാതികൾ നിലനിന്നിരുന്നു. പക്ഷെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന തരത്തിലേക്കൊക്കെ പോലീസിന്റെ നടപടി നീങ്ങുകയും ചെയ്തു. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ കൃത്യമായി തന്നെ പോലീസ് തെളിവുകൾ ശേഖരിച്ച് എവിടെയാണ് രഞ്ജിത്ത് എന്ന് കണ്ടെത്തി അതീവ രഹസ്യമായി തന്നെയാണ് പോലീസ് ഇതിന്റെ ഓരോ ഘട്ടത്തിലും അന്വേഷണം നടത്തിയത്. 30-ാം തീയതി, ജനുവരി 30-ാം തീയതിയാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. രഞ്ജിത്തിന്റെ പുതിയ ചിത്രമായ ലോ ആൻഡ് ഓർഡർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നതിനിടയിലാണ് ഈ യുവതിയോട്, ഈ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ഈ യുവ നടിയോട് കാരവാനിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമുണ്ടായി. ഉടനെ തന്നെ ഈ യുവതി ഇത് സഹപ്രവർത്തകരോട് പറയുകയും പിന്നീട് ഈ ഒരു വിഷമത്തിൽ, അല്ലെങ്കിൽ തനിക്കുണ്ടായ മാനസിക വിഷമത്തിൻ്റെ ഭാഗമായി കൗൺസിലിംഗ് അടക്കം നേടി എന്നുകൂടി യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് പോലും വളരെ മാനസികമായി തന്നെ യുവതിക്ക് ഈ ഒരു സംഭവം ആഘാതമുണ്ടാക്കി. യെസ്, സമാനമായ തരത്തിലുള്ള പരാതികൾ നേരത്തെയും രഞ്ജിത്തിന് നേരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ സിനിമാ സെറ്റിൽ വെച്ചാണ് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ആ സെറ്റിൽ ഉപയോഗിച്ചിരുന്ന കാരവാനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നും ഉള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇതൊരു ലൈംഗിക അതിക്രമ പരാതിയാണ്. അവിടെ പല വിവരങ്ങളും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനും പരിമിതികളുണ്ട്. എന്നാൽ ഈ രഞ്ജിത്തിനെതിരെ സമാനമായ തരത്തിലുള്ള പരാതികൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നേരത്തെ ബംഗാൾ നടിയടക്കം പരാതിയുമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹോട്ടൽ ജീവനക്കാരൻ പരാതിയുമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അത് നിഷേധിക്കുന്ന നിലപാടും സമീപനവുമാണ് രഞ്ജിത്ത് സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ നവമി, ഇത്തരം സംഭവങ്ങൾക്ക് ശേഷമാണ് സമാന സ്വഭാവമുള്ള ഒരു പരാതി ഉയരുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം കുറ്റം നിഷേധിക്കുകയാണ്. ഇത് പ്ലാൻഡായ ഒന്ന് എന്ന നിലയിൽ തന്നെ ആണ്, വ്യാജമായ ഒരു പരാതി എന്ന നിലയിലാണ് പറയുക. അത് സ്വാഭാവികമായും അത്തരം പ്രതികരണം പ്രതീക്ഷിച്ചാൽ മതി. അതെ, സ്വാഭാവികമായും അഭിലാഷ്, രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ 2 പരാതികളിലും രഞ്ജിത്ത് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം തന്നെയായിരുന്നു നൽകിയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഓർക്കണം, ആദ്യത്തെ 2 പരാതിയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അതിന്റെ ഒരു കാലാവധി ഈ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്.
അത് സ്വാഭാവികമായും ഇത്രയും വർഷം കഴിഞ്ഞ് പരാതി നൽകുമ്പോൾ അതിൽ ചില കോടതിയിലടക്കം ചില സംശയങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ രഞ്ജിത്തിനെ സംബന്ധിച്ച് അനുകൂലമാകുന്ന നിലപാടുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം തേടി ജാമ്യം ലഭിച്ച് രഞ്ജിത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്കൊന്നും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ജനുവരി 30-ാം തീയതി യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു. അത് ഈ സിനിമയിലെ തന്നെ കംപ്ലൈന്റ് ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ ഇത് പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും യുവതിക്ക് നേരിട്ടത് വളരെ വലിയൊരു അനീതി തന്നെയാണ്. ഈ ഒരു പരാതി ഒത്തുതീർപ്പാക്കാനാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് സിനിമാ സഹപ്രവർത്തകർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഈ നടിയെ സംബന്ധിച്ച് ഏറെ വിഷമിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പോലീസിലേക്ക് അല്ലെങ്കിൽ പോലീസ് നിയമ വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിയമസഹായം തേടാൻ യുവതിയെയും പ്രേരിപ്പിച്ചത്. ഈ ICCയിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടി തന്നെയാണ്. അവരവിടെ നമുക്കറിയാം, ഒരു സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സിനിമയുടെ കപ്പിത്താൻ എന്ന് പറയുന്നത് അതിന്റെ സംവിധായകനാണ്. ഈ സിനിമയിലെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിൽ നിന്ന് തന്നെ ഇത്രയും വലിയ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സഹപ്രവർത്തകർ രഞ്ജിത്തിന്റെ ഇത്രയും ബന്ധങ്ങളുള്ള സിനിമാ മേഖലയിൽ വർഷങ്ങളായി പരിചയമുള്ള ഒരു കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിത്തിനെ സംബന്ധിച്ച് സിനിമാ മേഖലയിൽ ഒരു ആധിപത്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി രഞ്ജിത്തിനെതിരെ ഒരു പരാതി വരുമ്പോൾ അതിൽ നടപടിയെടുക്കുക അല്ലെങ്കിൽ അതൊരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സഹപ്രവർത്തകരെ സംബന്ധിച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ്. ഒരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി ആ പരാതിയെ ഒളിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പരിഹരിച്ച് തീർക്കാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ്. ഇതിനെ തുടർന്നാണ് പോലീസിനെ സമീപിക്കുവാൻ യുവതിയെ പ്രേരിപ്പിച്ചത്. കൃത്യമായി തന്നെ DGPക്ക് അടക്കം ഇതിൽ പരാതി നൽകുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. പിന്നീട് ഈ കേസ് വരുന്ന ഫോർട്ട് കൊച്ചി പരിധിയിലായതിനാൽ ഇവിടെ സെന്ററിലേക്കാണ് ഈ പരാതി കൈമാറുന്നത്. അതിനു മുൻപ് തന്നെ SIT നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. അതിന്റെ ചുമതലയുള്ളത് SCP അശ്വതി ജിജിക്കാണ്. അവരുടെ മുന്നിലേക്ക് ഈ പരാതി വരുന്നു. അവർ വിശദമായി യുവതിയുടെ മൊഴിയെടുക്കുന്നു. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ഒടുവിൽ ഈ പരാതി നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതോടുകൂടിയാണ് അശ്വതി ജിജി മറ്റ് തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക് ഈ പരാതി കൈമാറുകയും അത് ഒടുവിൽ സെൻട്രൽ സ്റ്റേഷന്റെ പരിധിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ രഞ്ജിത്ത് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ തന്നെയായിരുന്നു, പോലീസിന്റെ റഡാറിൽ തന്നെയായിരുന്നു രഞ്ജിത്ത്. അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം, അതായത് തനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്, തന്റെ അറസ്റ്റടക്കം ഉണ്ടാകും, അതിനു മുൻപ് മുൻകൂർ ജാമ്യം തേടി ഒളിവിൽ പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിലാണ് കോട്ടയത്ത് നിന്നും ഇടുക്കിയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിലാണ് തൊടുപുഴയിൽ വെച്ച് പോലീസ് വളരെ നാടകീയമായി രഞ്ജിത്തിനെ പിടികൂടി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം തൊടുപുഴയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി, അതായത് ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വഴിയാണ് രഞ്ജിത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടനെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആക്കുന്നു. അവിടെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകുന്നു. രക്തസമ്മർദ്ദം കൂടിയതാണ്. നേരത്തെ തന്നെ പല അസുഖങ്ങളുണ്ട്, പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് രഞ്ജിത്ത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ആശുപത്രിയിൽ നിന്നും രഞ്ജിത്തിന് നൽകുന്നു. അതിനിടെ രഞ്ജിത്തിനെ കാണുന്നതിന് വേണ്ടി സഹപ്രവർത്തകർ, ബാദുഷെ അടക്കമുള്ള സഹപ്രവർത്തകർ അവിടെ എത്തുന്നു. രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും മരുന്നും എല്ലാം അവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. രാവിലെയോടുകൂടിയാണ് അവരും ആശുപത്രിയിൽ വിട്ടത്. കൃത്യം 7 മണിയോടുകൂടി തന്നെ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടി പോലീസ് ആശുപത്രിയുടെ പുറത്തേക്ക് ഇറക്കുന്നു. അവിടെ വെച്ചും രഞ്ജിത്ത് പ്രതികരണങ്ങളൊന്നും തന്നെ നൽകിയില്ല. അതിനുശേഷം ഈ പോലീസ് പറയുന്നതനുസരിച്ച് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം രഞ്ജിത്തിനെ എത്തിക്കുമെന്നാണ്. ഇതനുസരിച്ച് മാധ്യമപ്രവർത്തകർ അടങ്ങുന്ന സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയെങ്കിൽ പോലും അവിടെ നിർത്താതെ വാഹനം നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മജിസ്ട്രേറ്റ് വസതിക്ക് പുറത്ത് വന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ് രഞ്ജിത്തിനെതിരെ ഉണ്ടായത് അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയതെന്ന് മനസ്സിലായതോടുകൂടിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ
തന്നെ രഞ്ജിത്ത് റിമാൻഡിലേക്ക് പോകുന്നു. അതിനിടയിൽ ഈ എറണാകുളം സബ് ജയിലിലേക്കാണ് രഞ്ജിത്തിനെ മാറ്റേണ്ടിയിരുന്നത്. അതിനിടയിൽ വീണ്ടും ഈ ജയിലിലേക്ക് വരുന്നതിന്റെ ഇടയിൽ തന്നെ വീണ്ടും രഞ്ജിത്തിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും വീണ്ടും ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അധിക നേരം അവിടെ തുടർന്നില്ല. ഒരു 20 മിനിറ്റ് മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ സബ് ജയിലിലേക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് സബ് ജയിലിലേക്ക് രഞ്ജിത്തിനെ മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചാണ് എല്ലാം തെളിയും എന്നൊരു പ്രതികരണം കൂടി രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ പോലീസ് പ്രധാനമായും പറയുന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നത് മുൻപ് നേരത്തെ ഉണ്ടായിരുന്ന 2 പരാതികളും അതിന്റെ ഗൗരവം കൂടി കണക്കിലെടുക്കണം. ഇതാദ്യമായിട്ടല്ല ഈ സംവിധായകനെതിരെ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക അതിക്രമ പരാതി ഉണ്ടായിരിക്കുന്നത്. ഇത് 3ാമത്തെയാണ്. ഇതിൽ കഴമ്പുണ്ട്, കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടയിൽ അഭിഭാഷകന്റെ പ്രതികരണം വന്നിരുന്നു. അഭിഭാഷകൻ പറയുന്നത് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിച്ചില്ല, അല്ലെങ്കിൽ രഞ്ജിത്തിനോട് സംസാരിക്കാൻ പോലും അഭിഭാഷകൻ അവസരം കൊടുത്തില്ല എന്നൊരു പ്രതികരണമാണ് അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ പോലീസിന്റെ വളരെ തിടുക്കപ്പെട്ട വളരെ നാടകീയമായിട്ടുള്ളൊരു നടപടി തന്നെയായിരുന്നു. രഞ്ജിത്തിന്റെ അറസ്റ്റ് എന്നതിലേക്ക് തന്നെയാണ് പോലീസ് തുടക്കം മുതൽ പോയത്. അതീവ രഹസ്യമായി. സാധാരണ ഒരു കേസെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വരുന്നു. പക്ഷെ ഇത് സെൻട്രൽ പോലീസിലല്ല ഇതിന്റെ അന്വേഷണം, ഉദയംപേരൂർ പോലീസിനാണ് ഇതിന്റെ അന്വേഷണം കൈമാറിയത്. അതുപോലും വളരെ രഹസ്യമായി തന്നെ പോലീസ് ഈ കേസ് തുടക്കം മുതൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് വരുന്നു, റിമാൻഡിലേക്ക് പോകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് രഞ്ജിത്തിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരാതി അതീവ ഗൗരവമുള്ളതാണ് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് കൃത്യമായി കോടതിയിൽ ബോധിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ്. സംവിധായകൻ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇതാദ്യമായിട്ടുള്ള കേസല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം 2 ലൈംഗിക അതിക്രമ പരാതികളായിരുന്നു രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊന്നും പോലീസ് നടപടിയെടുക്കാതെ 3ാമത്തെ കേസിലാണ് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. അഭിലാഷ്, യെസ്, ഇനി അറിയേണ്ടത് രഞ്ജിത്തിന്റെ തുടർ നീക്കങ്ങളാണ്. രഞ്ജിത്ത് ഏത് തരത്തിലായിരിക്കും, അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കുമോ? നേരത്തെ തന്നെ നവമി പറഞ്ഞു അവിടെ സഹായിക്കാൻ ആളുകൾ എത്തിക്കഴിഞ്ഞുവെന്ന്. അപ്പോൾ ഇന്ന് തന്നെ ഒരു പക്ഷേ ജാമ്യത്തിനുള്ള നീക്കം നടക്കും അല്ലേ? അതെ, ഇന്ന് തന്നെ ഉണ്ടാകും അഭിലാഷ്. ഇന്ന് 12 മണിയോടുകൂടി തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. രഞ്ജിത്തിനെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകളുണ്ട്. ഇതിനു മുൻപ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവ് ശേഖരണം അടക്കം പോലീസ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയിൽ പോലും ഈ പരാതി അപ്പോൾ തന്നെ, അതായത് ഈ സംഭവം നടന്ന സമയത്ത് തന്നെ പരാതി സിനിമാ മേഖലയിലെ ICCയിൽ നൽകിയിരുന്നു. പക്ഷെ അവർ അതിൽ തീരുമാനമെടുത്തില്ല, അല്ലെങ്കിൽ ഇതിനൊരു നടപടിയെടുക്കാൻ അവർ ശ്രമിച്ചില്ല. പകരം ഇത് ഒത്തുതീർപ്പിലേക്ക് പോകാനാണ് അവർ ശ്രമം നടത്തിയത്. ഇതാണ് തന്നെ ഏറെ വേദനിപ്പിച്ചതും തനിക്ക് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പാകുകയും ചെയ്തത്. അതോടുകൂടി തന്നെയാണ് പോലീസിന്റെ സഹായം തേടുവാനായി താൻ തീരുമാനിച്ചതെന്നാണ് നടി നൽകിയ രഹസ്യമൊഴിയിലും വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ പോലീസിന്റെ ഈ രഞ്ജിത്തിന്റെ ടവർ ലൊക്കേഷൻ അടക്കം, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് രഞ്ജിത്ത് എവിടെയായിരുന്നു, സംഭവ സമയത്ത് ഈ പറയുന്ന ഫോർട്ട് കൊച്ചി ലൊക്കേഷനിൽ തന്നെയായിരുന്നു. പെൺകുട്ടിയുടെയും രഞ്ജിത്തിന്റെയും ടവർ ലൊക്കേഷൻ അടക്കം ഉള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പെൺകുട്ടി കൃത്യമായി നൽകിയ മൊഴി ഇനിയിപ്പോൾ ചിലപ്പോൾ സഹപ്രവർത്തകരുടെ, അതായത് ഈ പെൺകുട്ടി ആർക്കൊക്കെയാണോ ഇതിന്റെ പരാതി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ആരോടൊക്കെയാണ് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്, അവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സ്വാഭാവികമായും ഇനി ICCയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയുടെ നടപടി. കോടതി ഏത് വിധത്തിലാണ് ഇതിലൊരു ഈ ജാമ്യാപേക്ഷ തള്ളാനുള്ളൊരു സാഹചര്യമാണെങ്കിൽ 14 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. അതിനിടയിൽ കസ്റ്റഡി അപേക്ഷയും പോലീസ് കൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ അന്തിമമായിട്ടുള്ളൊരു തീരുമാനം
തീരുമാനമുണ്ടാകും. അതിനുശേഷമായിരിക്കും പോലീസും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്നാലും പോലീസ് പറയുന്നതനുസരിച്ച് ജാമ്യം നൽകരുത് എന്നൊരു അപേക്ഷ തന്നെയാണ് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, തീർച്ചയായും. അതായത് മലയാള സിനിമയിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്നതൊട്ടും പുതുമയുള്ള ഒന്നല്ല. പക്ഷേ നമുക്കറിയാം, കേരളത്തിലെ വളരെ പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു ബലാത്സംഗ കൊട്ടേഷൻ ആയി മാറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പിന്നീട് ആ സംഭവത്തിന് ശേഷം ആണ് ഈ മലയാള സിനിമ ലോകത്ത് നടക്കുന്ന സ്ത്രീ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അധികമായും പുറത്തേക്ക് വന്നത്. ആ കേസിലടക്കം ശിക്ഷ വിധിക്കുകയും അതിൽ അപ്പീൽ നൽകുകയും വീണ്ടും മേൽക്കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടെ ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും അങ്ങനെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നിരവധിയായ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമയിൽ വളരെ ചെറുപ്രായമുള്ള നടികൾ മുതൽ പ്രായാധിക്യമുള്ള സ്ത്രീകൾ വരെ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. നിരവധി നടന്മാർക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ട്. അപ്പോഴും ഈ സ്ത്രീ ചൂഷണങ്ങൾക്ക് മലയാള സിനിമയിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ടാകാം, ചൂഷണത്തിന് വിധേയരാകുന്നുണ്ടാകാം. അതിന് നിന്നുകൊടുക്കാത്തത് കൊണ്ട് അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുമുണ്ടാകാം. അതിൽ 1-2 പരാതികൾ മാത്രമായിരിക്കാം ഉയർന്നു വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പരാതിപ്പെട്ട ബംഗാളി നടി, ഒരു നടിയെങ്കിലും ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നല്ലോ, അതിൽ നന്ദിയുണ്ട് എന്നതായിരുന്നു നേരത്തെ രഞ്ജിത്തിന് നേരെ പരാതി കൊടുത്ത ബംഗാളി നടിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം പുറത്തു വരുന്നത്. തീർച്ചയായും ഇത്തരം രീതികൾ, ഇത്തരം സ്ത്രീ ചൂഷണങ്ങൾ മലയാള സിനിമയിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഇത്തരം പരാതികൾ തന്നെയാണ് അനിവാര്യമായി വരുന്നത്.